ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം നാടകമേ ഉലകം അറിഞ്ഞില്ലേ, മെമ്പർമാർക്ക് സ്വന്തം വാർഡിൽ സ്വന്തമായി ഓഫീസ് വരുന്നു. ഗ്രാമകേന്ദ്രം എന്നാകും ഓഫീസിൻ്റെ പേര്. 2015 ജനുവരി 26 മുൻപായി ഓഫീസുകൾ തുറന്നിരിക്കണം. ഓരോ വാർഡിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ഒരു മുറി മെമ്പർക്ക് സ്വന്തം മുറിയായി ഉപയോഗിക്കാം. സ്വന്തമായി മുറിയില്ലെങ്കിൽ വാടകയ്ക്കെടുക്കാം. തുടക്കത്തിൽ മുറി സജ്ജീകരിക്കാൻ 50,000 രൂപ ഓരോ വാർഡ് മെമ്പർക്കും സർക്കാർ നൽകും. ഈ തുക വാടകയ്ക്കായും ഓഫീസിൽ വേണ്ട സാമഗ്രികൾക്കായും വിനിയോഗിക്കാം. മെമ്പറോ വാർഡ് വികസന സമിതിയിലെ ഏതെങ്കിലും അംഗമോ വാർഡിലെ ഉദ്യോഗസ്ഥനോ വൈകിട്ട് 3 മണി മുതൽ രാത്രി 7 മണി വരെ അവിടെ ഉണ്ടാവണം. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും. നല്ല തീരുമാനം. സേവനങ്ങൾ വെളിപ്പാടകലെ കിട്ടും എന്നത് പോട്ടെ, വോട്ടിട്ട് ജയിപ്പിച്ച മെമ്പറെ ഒരു വട്ടം കൂടി കാണണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് സാധിച്ചു കിട്ടുമല്ലോ. ഫ്ലെക്സുകൾ നിരോധിക്കുന്ന കാലത്ത് 10 പേർ കാണക്കെ ഞെളിഞ്ഞിരിക്കാനും മെമ്പർമാരെ ഇത് സഹായിക്കും. ബാറുകൾ പൂട്ടിയ സ്ഥിതിക്ക് വൈകിട്ടത്തെ പരിപാടിക്ക് പാർട്ടിക്കാരെയോ ശിങ്കിടികളെയോ കൂട്ടി വളഞ്ഞിരിക്കാനും അത്തരം മെമ്പർമാർക്ക് ഇത്തരം ഓഫീസുകളിലൂടെ സാധിക്കുമല്ലോ. ഏത് നമ്മളിത് കുറേ കാണുന്നതാണല്ലോ. ഇത്തരക്കാരേ അല്ലാത്ത മെമ്പർമാർക്ക് നമോവാകം പറഞ്ഞ് ഇന്ന് തുടങ്ങുന്നു. സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. സംസ്കാരം, സമൂഹം, ആരോഗ്യം ഇവയൊക്കെ പരസ്പര പൂരകങ്ങളാണ്. സംസ്കാരമുള്ള സമൂഹത്തിനെ നല്ല ആരോഗ്യം സാധ്യമാകൂ. എന്നാൽ കീടം, നികൃഷ്ടജീവി, ശുംഭൻ, പരനാറി, ചെറ്റ തുടങ്ങി നമുക്ക് ചുറ്റും നിരവധി മാലിന്യങ്ങളാണ്. ഇവയെ എങ്ങനെ നശിപ്പിക്കാം? ഇന്നാദ്യം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. പരിപാടിയുമായി ഹെൽത്ത് ഡെസ്കിൽ നിന്ന് കൃഷ്ണരാജ് ഒപ്പം ചേരുന്നു. കൃഷ്ണരാജ്, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം പ്രമുഖ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പിണറായി വിജയനാണുള്ളത്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മാലിന്യവും ആരോഗ്യ പ്രശ്നങ്ങളുമാണ്. അങ്ങ് വലിയ അരിവാൾ രോഗ വിദഗ്ധനാണല്ലോ. അതുകൊണ്ട് ആദ്യം വിഷയത്തിൽപ്പെടാത്ത ഒരു ചോദ്യമാണ്. ഡോക്ടർ, കേരളത്തിൽ അരിവാൾ രോഗം ഭേദപ്പെട്ടോ? അത് പിന്നെ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ശരി ഡോക്ടർ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആരോഗ്യരംഗത്ത് കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കേരളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ആകെ ഇപ്പോൾ പറയാനല്ല. അതിലൊന്നാണ് മാലിന്യ പ്രശ്നം. ഡോക്ടർ, മാലിന്യം കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പല പ്രദേശങ്ങളും മാലിന്യ കൂമ്പാരങ്ങളാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പല നഗരങ്ങൾ തന്നെ ചീഞ്ഞു നാറുന്ന അവസ്ഥയാണ്. ഇത് പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നതിന് ഇടയാക്കുക. ഗൗരവമായ ആരോഗ്യ പ്രശ്നമായിട്ടും ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർ, മാലിന്യങ്ങളെ ഒഴിവാക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഇക്കാര്യത്തിൽ ആവശ്യമായ ബോധവൽക്കരണം വേണം. വൻതോതിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു ക്യാമ്പയിനായിട്ട് ശുചിത്വ ക്യാമ്പയിൻ മാറ്റാൻ കഴിയും. അപ്പോൾ നിലവിലുള്ള മാലിന്യ സംസ്കരണ രീതികൾ പോരെന്നാണോ? ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ മാലിന്യം കത്തിക്കുന്നു, അല്ലെങ്കിൽ അശാസ്ത്രീയമായി കുഴിച്ചിടുന്നു. ഇത് വായുവും ജലവും ഒക്കെ മലിനീകരിക്കാൻ ഇടയാക്കുന്നു. അതോടൊപ്പം തന്നെ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളും ഇത് സൃഷ്ടിക്കുന്നു, അനാരോഗ്യത്തിന് ഇടയാക്കുന്നു. ഡോക്ടർ, മാലിന്യ സംസ്കരണത്തിന് ഏത് രീതിയാണ് ഏറ്റവും നല്ലത്? ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമില്ല. അപ്പോൾ നല്ലത് വികേന്ദ്രീകൃത സംസ്കരണ രീതിയാണ്.
അതിന് വികേന്ദ്രീകൃതമായിട്ടുള്ള സംസ്കരണ പദ്ധതി തയ്യാറാക്കണം. അപ്പം നല്ലത് ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കലാണ്. ഡോക്ടർ, ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കാൻ എന്തൊക്കെയാണ് വഴികൾ? അതിനാദ്യം വേണ്ടത് ജൈവമാലിന്യം ഉറവിടത്തിൽ വെച്ച് തന്നെ വേർതിരിക്കണം. അതിൻ്റെ ഭാഗമായി ബയോഗ്യാസ് പ്ലാന്റ് ആകാം, അല്ലെങ്കിൽ പൈപ്പ് കമ്പോസ്റ്റ് ആകാം. ഇവ ഉപയോഗപ്പെടുത്തി ഗ്യാസോ വളമോ ആക്കി മാറ്റാം. അതോടൊപ്പം പൊതു ഇടങ്ങളിൽ എയറോബിക് ബിന്നുകൾ സ്ഥാപിക്കുക. ഡോക്ടർ, എന്താണ് ഈ എയറോബിക് ബിൻ കമ്പോസ്റ്റ്? ഇതെങ്ങനെ നിർമ്മിക്കാം? ഇത് കാർഷിക സർവകലാശാല രൂപപ്പെടുത്തിയതാണ്. അത് അരയടി മാലിന്യം ആദ്യമുള്ളൂ. അതിനൊരു കൂടുപോലൊരു കാര്യം തയ്യാറാക്കും. നല്ല വായു സഞ്ചാരത്തിനുള്ള സൗകര്യം ഉണ്ടാക്കും. എന്നിട്ട് അരയടി മാലിന്യമുള്ളൂ. അതിൻ്റെ മേലെ അരയടി കരിയില അല്ലെങ്കിൽ വൈക്കോലിട്ടാൽ മതി. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന് വിഷമമില്ല എന്നർത്ഥം. പിന്നെ ചാണകത്തിലെ ബാക്ടീരിയയിൽ നിന്നൊരു ദ്രാവകം തയ്യാറാക്കുന്നുണ്ട് അവർ. ആ ദ്രാവകം ഇതിൻ്റെ മേലെ തളിക്കണം. ഇത്രയായാലുള്ള പ്രത്യേകത, ഒരു ദുർഗന്ധവും ഇല്ല. ഈ മാലിന്യ നിർമ്മാർജ്ജനം പൊതുവായി നടക്കേണ്ട ഒന്നാണല്ലോ. ഇത് സാധ്യമാക്കാൻ വലിയ പ്രയാസമല്ലേ? അപ്പോൾ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കേണ്ടത് അത് പൊതു ക്യാമ്പയിനിലൂടെ മാത്രമേ സാധിക്കൂ. ജൈവ മാലിന്യം വലിച്ചെറിയാൻ പാടില്ല. അജൈവ മാലിന്യത്തിൽ പ്ലാസ്റ്റിക് വേർതിരിച്ച് അതിൻ്റെ റീസൈക്ലിംഗ് ഏജന്റുമാരുണ്ട്, അവർക്ക് കൈമാറുന്ന നിലയെടുക്കണം. ഡോക്ടർ, അമേരിക്കയെ പോലുള്ള അധിനിവേശ രാഷ്ട്രങ്ങൾ സ്പോൺസർ ചെയ്യുന്ന പുതിയ തരം മാലിന്യങ്ങൾ ഏതൊക്കെയാണ്? അത് ഈ വേസ്റ്റും മർക്കുറി ബൾബും ഒക്കെയാണ്. അപ്പം അത് സംഭരിച്ച് ശേഖരിച്ച് വെക്കണം. ഇപ്പം തൽക്കാലം സംസ്കരിക്കാൻ കഴിയില്ല. ഡോക്ടർ, നമുക്ക് വേണ്ടത് ശരിയായ ബോധവൽക്കരണമാണ്. അത് എവിടെ, എങ്ങനെ തുടങ്ങണം? നമ്മുടെ നാട്ടിലുള്ള തെരുവുകൾ, തോടുകൾ, കുളങ്ങൾ ഇതെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതിന് പുറമേ സ്കൂളുകളുണ്ട്, ആശുപത്രികളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റും. ശരി ഡോക്ടർ, ഒറ്റ ചോദ്യം കൂടി. ഈ പരിപാടി കൂടി പൊളിഞ്ഞാൽ എന്താകും താങ്കളുടെ അവസ്ഥ? ഭയങ്കര ദുർഗന്ധമായിട്ട് മൂക്കിങ്ങനെ പിടിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണല്ലോ ഉണ്ടാകുക. വളരെയധികം നന്ദി ഡോക്ടർ, അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിന്. അങ്ങ് സ്വന്തം പാർട്ടിയുടെ മാലിന്യങ്ങളെ കൂടി ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. സമരങ്ങളോട് സമരസപ്പെട്ട് നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നടക്കാൻ ഇനി പാർട്ടിയില്ല. പോരെങ്കിൽ പാർട്ടിയിലെ മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ വേർതിരിച്ച് സംസ്കരിക്കാത്തതു കാരണം അണികൾ പോലും മൂക്കുപൊത്തിയാണ് നടപ്പ്. ആ നിലയ്ക്ക് ഉമ്മച്ചനെ പോലുള്ളവരുടെ കൂടി പിന്തുണയില്ലാതെ ഇനിയൊരു മുന്നേറ്റം പ്രയാസമാണ്. അതുകൊണ്ടാണ് അകത്തെ മാലിന്യങ്ങളെ ഒഴിവാക്കി മൂത്ത സഖാവ് പുറത്തെ മാലിന്യത്തിൽ കയറിപ്പിടിച്ചത്. പല പ്രദേശങ്ങളും മാലിന്യ കൂമ്പാരങ്ങളാണ്. ജനങ്ങളെ അണിനിരത്തി ശുചിത്വത്തിനായുള്ള ഒരു പ്രസ്ഥാനം ആരംഭിക്കണം എന്നാണ് പാർട്ടി കാണുന്നത്. എടാ വിജയ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു ക്യാമ്പയിനായിട്ട് ശുചിത്വ ക്യാമ്പയിൻ മാറ്റാൻ കഴിയും. അതൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. വിജയ, നമുക്കേ നല്ല ഒരു പ്ലാനിങ് വേണം. അപ്പം നല്ലത് ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കലാണ്. ഇത് പ്രസംഗമല്ല. ജൈവ മാലിന്യം വലിച്ചെറിയാൻ പാടില്ല. രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുക എന്ന് പറയാറില്ല. രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നു എന്ന് പറയുന്നവരെ അവരെ വിശേഷിപ്പിക്കാൻ ചെറ്റ എന്നാണ് പറയുക. ജൈവ മാലിന്യം വലിച്ചെറിയാൻ പാടില്ല. അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം. പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കും? ഇക്കാര്യത്തിൽ ആവശ്യമായ ബോധവൽക്കരണം വേണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് പ്രഖ്യാപനമല്ല. മാലിന്യ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിനെ കാത്തു നിന്നിട്ട് കാര്യമില്ല. സർക്കാർ അതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത് പ്രവൃത്തിയാണ്. അതിൽ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, മറ്റ് സംവിധാനങ്ങൾ, ഇവർക്കെല്ലാം ഇതിൽ പങ്കുവഹിക്കാൻ കഴിയും. ഇത് പ്രസംഗമല്ല, പ്രഖ്യാപനമല്ല, പ്രവൃത്തിയാണ്. ഏതായാലും ഞങ്ങൾ ഇതിൽ ഇടപെടണം തീരുമാനിച്ചിരിക്കുക. ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ആകാവുന്നത് ചെയ്യണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇത്
മുഴുവൻ കോൺഗ്രസ്സുകാർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാടകമേ ഉലകം, നാടകമേ ഉലകം. അന്യൻ്റെ പാർട്ടിയിൽ എന്തു പറ്റി എന്ന് മാത്രം ചോദിച്ചേക്കരുത്. കാരണം ബെന്നറ്റ് അത്ര മോശക്കാരനല്ല. മുൻപും കഴിവ് തെളിയിച്ച ആളാണ്, മിടുക്കനാണ്, പാർട്ടിക്ക് പണ്ടേ ഇഷ്ടമാണ്. ജനം ഇഷ്ടപ്പെടാത്തത് പാർട്ടിയുടെ കുറ്റവുമല്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇതൊക്കെ കേരളത്തിന്റെ തെക്കൻ ജില്ലകളാണ്. കോഴിക്കോട്, വടകര, ഇങ്ങോട്ടൊക്കെ ബസ്സുണ്ടോ? ഇത്രയും മണ്ഡലങ്ങളെ കുറിച്ച് ഒരു വിശദമായ പരിശോധന വീണ്ടും ഞങ്ങൾ നടത്തി. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? പാർട്ടി സംഘടനയുമുണ്ട്, വർഗഭോജന സംഘടനകളും. മനസ്സിലായില്ല. LDFന്റെ സ്ഥാനാർത്ഥി സാധാരണഗതിയിൽ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് തോന്നുന്നില്ല. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയൊക്കെ ഉള്ള ആള് തന്നെയാണ്. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. അത് CPI നിർത്തിയപ്പോൾ ഞങ്ങൾക്കതിൽ പ്രത്യേക ഭിന്നതയൊന്നും ആ ഘട്ടത്തിൽ തോന്നിയിട്ടില്ല. ഒക്കെ ശരിയാവും, എന്റെ വിശ്വാസ. പക്ഷെ നമ്മുടെ അനുഭവം എന്താ? അനുഭവം പൊതു സ്വീകാര്യത അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞാൻ എന്ത് തെറ്റ് കേട്ട കർത്താവെ എന്റെ മേലിങ്ങനെ ആണിയടിച്ചു കയറ്റണേ. പരാജയം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അതിന്റെ മുഴുവൻ കാരണവും അദ്ദേഹത്തിന്റെ പടലിക്കിടാൻ ഞങ്ങൾ ഏതായാലും തയ്യാറാകുന്നില്ല. നീ ഇപ്പൊ എനിക്കൊരു കുരിശ. ഈ ബെന്നറ്റ് എന്ന് പറയുന്നയാള് നേരത്തെ തന്നെ നമ്മുടെ കേരളത്തില് ചില പൊതുസ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ആ പൊതുസ്ഥാനങ്ങൾ ഒന്ന് PSC അംഗത്വമായിരുന്നു. ആ PSC അംഗത്വം വഹിച്ച ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരാക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടില്ല. എന്താണെന്നറിയില്ല, എന്നെ പറ്റി എത്ര പൊഴുത്തി പറഞ്ഞു കേട്ടാലും എനിക്ക് മതിയാവില്ല. അതിന്റെ ഒരു വീക്ക്നെസ്സാ. പൊതുവായ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപത്തിനിരയായ ഒരു മനുഷ്യനായിരുന്നില്ല അദ്ദേഹം. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഇതെല്ലാം ആണെങ്കിലും നമ്മുടെ അനുഭവം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ആ അനുഭവം പൊതു സ്വീകാര്യത ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് വേറെ കാര്യം. എവിടെ ചെന്നാലും ഈ വൃത്തിയേട്ടവന്മാർ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ. ഞാൻ വരും കട്ടുണ്ടോ? അത് ശരിയല്ലോ, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം ജയലളിത ജയിലിനകത്തും പുറത്തുമായി ചിത്രീകരിച്ച പരസ്യചിത്രം കാണാം. 10,050 കളർഫുൾ സാരികൾ അടുക്കിവെച്ച ആളാണ് തലൈവി. ഇപ്പോൾ ഒറ്റ വെള്ള സാരി ഉടുത്ത് തലയ്ക്ക് കൈയും കൊടുത്ത് അടങ്ങി അടയിരിപ്പാണ്. സാരി ഏതാ നല്ലത്? ജയലളിത ജയിലിൽ സ്വപ്നം കണ്ട പരസ്യചിത്രം നാടകമേ ഉലകത്തിന്റെ ഭാവനയിൽ ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട് ഈ സാരി? ഇതൽപ്പം ഡള്ളല്ലേ? ഇതെങ്ങനെയുണ്ട്? ഏയ്, ഇതും ഡള്ളാണ്. എന്നാൽ ഇതോ? ഇതും ഡള്ളാ. അമ്മേ 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 അമ്മേ. നാടകമേ ഉലകം, നാടകമേ ഉലകം. ജയലളിത ജയിൽ ലളിതയായപ്പോൾ തമിഴ്നാട്ടിലാകെ കണ്ണീരൊഴുകി. ആചാരപ്രകാരം പകരം ഒരാൾ വേണം. അപ്രകാരം തമിഴ്നാടിൻ്റെ പുതിയ പാവ മുഖ്യമന്ത്രിയായി പാവം പനീർശെൽവം കണ്ണീരോടെ അധികാരമേറ്റു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പെയ്ത കണ്ണീർ മഴയുടെ പാതി മതി ഇങ്ങ് എറണാകുളത്തെ വെള്ളക്ഷാമം പരിഹരിക്കപ്പെടാൻ. തലൈവിയുടെ ഫോട്ടോ നോക്കുമ്പോഴും സത്യവാചകം ചൊല്ലുമ്പോഴും തലൈവിയുടെ തലൈവരെ ഓർത്ത് മന്ത്രിമാർ വിതുമ്പിപ്പോയി. വേദന വേദന എന്തിനാണ് എന്നെ വെറുതെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? தமிழ்நாட்டு பிரசின் அமைச்சராக உண்மையாக உள்ளத்தினுடைய கடமைகளை நிறைவேற்றி வருகின்றோம். எஸ்பி வேலுமணி என்பவர் சட்டப்படி அமைக்கப்பட்டார். இந்திய தமிழ்நாட்டு அமைச்சர்
தமிழ்நாட்டு அரசு அமைச்சர் என்று முறை எனது கவனத்துக்குள்ளாவது தெரிய வருவதுமான எந்த பொருளை அமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவு கல்வி ஒரு வருடமோ അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. ഈശ്വര രക്ഷിക്കണേ. ജയലളിതയല്ലേ ജയിലിലും VIP ആയിരിക്കുമെന്നും അവിടെ ഇരുന്ന് TV-യിൽ ഇതെല്ലാം കാണുന്നുണ്ടെന്നും പനീറും കണ്ണീർ മന്ത്രിമാരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ ദീർഘവീക്ഷണം സമ്മതിക്കണം. ജയലളിതയ്ക്ക് ജയിലിൽ TV-യും ഫ്രിഡ്ജും ഒക്കെയുണ്ട്. പക്ഷേ പണിയെടുത്തേ മതിയാകൂ. തയ്യൽ, പച്ചക്കറി അരിയൽ, ചന്ദനത്തിരി നിർമ്മാണം ഇവയിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനാണ് ജയിൽ അധികൃതർ നൽകിയ നിർദ്ദേശം. അവസാനത്തേത് തിരഞ്ഞെടുക്കുന്നതായിരുന്നു ജയലളിതയ്ക്ക് ഏറ്റവും നല്ലത്. ചെയ്തുപോയ അഴിമതിയുടെ നാറ്റം മാറാൻ ചന്ദനത്തിന്റെ മണം ആയിക്കോട്ടെ എന്ന്. ജീൻസാണ് ഈ ആഴ്ചത്തെ ചിന്താവിഷയം. ജീൻസ് നല്ല വേഷമല്ലെന്ന് സാക്ഷാൽ ഗാനഗന്ധർവൻ പാടാതെ പറഞ്ഞപ്പോൾ പ്രതിഷേധമിരമ്പി. ജീൻസിന് പകരം പാവാട ആയിരുന്നെങ്കിൽ വല്ല കുഴപ്പവും ഉണ്ടാകുമായിരുന്നോ? അന്നു നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ലെന്നും നുണക്കുഴി ഇത്ര തെളിഞ്ഞിട്ടില്ലെന്നും എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരിയെ നോക്കി പാടിയിട്ട് ഒരു വിവാദവും എങ്ങുമുണ്ടായില്ല. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു നീ എന്ന് പാടിയിട്ട് BJP-ക്കാർ പോലും വിവാദമുണ്ടാക്കിയില്ല. ബഹുമാനപ്പെട്ട ഗാനഗന്ധർവൻ ബാഗി ജീൻസും ടോപ്പും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം എന്ന് പാടിയാൽ എല്ലാ പ്രശ്നവും അവിടെ തീർന്നോളും. ഗാനഗന്ധർവന്റെ വാക്കുകളെ ആക്രമിച്ചവർ ഇതുകൂടി കേൾക്കുക. അമേരിക്കയിലെ സ്കൂളുകളിൽ ജീൻസ് നിരോധിച്ചു. ഏതു വേഷവും അർഹിക്കുന്ന രീതിയിൽ ധരിച്ചാൽ എന്തു കുഴപ്പമെന്ന ചോദ്യത്തോടെ ഇന്ന് വിട. ഇനി അടുത്ത ആഴ്ച കാണാം. സദാചാരം നീണാൾ വാഴട്ടെ. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം നാടകമേ ഉലകം നാടകമേ